സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ധന്യമായ നമസ്കാരം നേർന്നുകൊണ്ട് ഓണത്തിനെ നമുക്ക് എങ്ങനെ വരവേൽക്കാം എന്ന് അല്പഭാഷയിൽ ചിന്തിക്കാം. നമുക്കറിയാം, ഓണത്തെക്കുറിച്ചുള്ള ഐതിഹ്യ കഥകളെക്കുറിച്ച് വളരെ വിശദമായിട്ട് മുൻ വീഡിയോകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഓണത്തെ എങ്ങനെ വരവേൽക്കാം, അല്ലെങ്കിൽ ഓണത്തിൻ്റെ മുന്നോടിയായി നമ്മൾ എന്തൊക്കെ ഒരുക്കങ്ങളാണ് നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും ചെയ്യേണ്ടത്, നാം എന്തൊക്കെ അനുഷ്ഠാനങ്ങളാണ് അനുവർത്തിക്കേണ്ടത് ഇത്യാദി ചിന്തകളെക്കുറിച്ചാണ് നമ്മൾ അല്പം മിതഭാഷയിൽ സംസാരിക്കുന്നത്. അതായത്, ഓണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഓണത്തെ തിരുവോണമാക്കി മാറ്റുന്നതാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞാലുള്ള അതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ, ഓണം എന്ന സംസ്കൃത പദത്തിന് ഇറക്കി വിടുക എന്നൊരർത്ഥം കൂടിയുണ്ട്. ആസുരീയമായ വൃത്തികളെ, വേണ്ടാത്ത ചിന്തകളെ, വേണ്ടാത്ത പ്രവർത്തനങ്ങളെ, വേണ്ടാത്ത കാര്യങ്ങളെ, അഥവാ അസുരവൃത്തികളെ നമ്മുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് പുറത്താക്കുകയും തിരുവോണമാക്കി മാറ്റുകയും ചെയ്യുക. തിരുവോണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, തിരു എന്ന ഉപസർഗത്തിന് ശ്രേഷ്ഠമാക്കുക, പവിത്രമാക്കുക, ശുദ്ധമാക്കുക എന്നൊക്കെയാണ് അർത്ഥം. അങ്ങനെ വരുമ്പോൾ തിരുവോണം, തിരു പ്ലസ് ഓണമല്ലേ തിരുവോണമാകുന്നത്. അപ്പം എന്താ, ഓണത്തെ ഏറ്റവും പവിത്രീകരിക്കുക അഥവാ ശ്രേഷ്ഠമാക്കുക എന്നല്ലേ അർത്ഥം വരുന്നത്, അല്ലേ? നിങ്ങൾ ഇതേ തിരു ഉപസർഗം ചേർത്തുള്ള മറ്റു വാക്കുകൾ നിങ്ങൾക്കറിയാം. അതായത്, തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ ശ്രീ വാഴുന്ന ഊര് എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ അവിടെയും ശുദ്ധമായ ശ്രേഷ്ഠമായ തിരുപ്പതി, അല്ലേ? തിരു പ്ലസ് പതി, ശ്രേഷ്ഠമായ. തിരുമേനി നമ്മൾ ഉപയോഗിക്കാറുണ്ട്. തിരു പ്ലസ് മേനി അഥവാ ശ്രേഷ്ഠമായ മേനിയോടുകൂടിയ തിരുമേനി. ഇതിൻ്റെ അർത്ഥം അപ്പോൾ ശ്രേഷ്ഠത, ആദരവ്, പവിത്രത എന്നൊക്കെയാണല്ലോ അർത്ഥം. അപ്പോൾ നമുക്ക് എന്തർത്ഥം ലഭിക്കും? അതായത് ശ്രേഷ്ഠത, പ്യുവർനെസ് നമ്മുടെ വീട്ടിൽ സ്ഥാപിക്കുക, അല്ലേ? സർവശ്രേഷ്ഠതയെ സൃഷ്ടിക്കുക. ഓണം തൊട്ട് തിരുവോണം വരെ നമ്മൾ പാലിക്കേണ്ടതായ ചില അനുഷ്ഠാനങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അതായത്, ഓണം എന്ന് പറയുമ്പോൾ ഓണം ആസന്നമായതിനു ശേഷം ചിന്തിക്കേണ്ട വിഷയമല്ല ഇത്. ഏതാണ്ട് വിഷു എന്ന ആഘോഷം തൊട്ട് തന്നെ നമ്മൾ ഓണാഘോഷത്തിന് തയ്യാറെടുപ്പുകൾ നടത്താറുണ്ട്. എന്ന് പറഞ്ഞാൽ, കാർഷിക വൃത്തിയുടെ സമൃദ്ധിയാണല്ലോ ഓണം എന്ന ദിനത്തിൽ നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ കാർഷിക വൃത്തിയുടെ പരിപാലനവും കാർഷിക വൃത്തിയുടെ ഉന്നമനവും അതിൻ്റെ വികസനവും കേവലം ചിങ്ങമാസത്തിൽ മാത്രമല്ല, പണ്ട് കാലങ്ങളിലെല്ലാം വിഷു തൊട്ട് ഇങ്ങോട്ട് ഓണം വരെ നമ്മൾ കൃഷിയിടങ്ങൾ ഉഴുന്ന് മറിച്ചിടുകയും വിത്ത് ശേഖരിക്കുകയും അങ്ങനെ മഴക്കാലമാകുന്നതോടുകൂടി എങ്ങനെ ചെടികൾ പരിപാലിക്കാമെന്നും ഒക്കെ തയ്യാറാക്കുന്നത് കുറേ മുന്നെയാണ്. അപ്പോൾ ബിഫോർ ഓണം തൊട്ട് തുടങ്ങും ഓണത്തിൻ്റെ തയ്യാറെടുപ്പുകൾ. ഇന്നിപ്പോൾ നമ്മൾ ഓണത്തിന് തയ്യാറെടുപ്പ് നടത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇവിടെയല്ല, കേരളക്കരയിലല്ല, മറുനാടൻ പ്രദേശങ്ങളിൽ, അന്യ സംസ്ഥാനങ്ങളിൽ ഇത് വ്യക്തമായി നടത്തി പോരുന്നുണ്ട്. അവർ ഓണത്തിന് നല്ല ബോധവാന്മാരാണ്. ഇന്ന മാസം ഓണം വരുന്നുണ്ട്, അപ്പോഴേക്ക് പൂക്കൾ റെഡിയാക്കണം, മല്ലിക പൂക്കൾ റെഡിയാക്കണം, പച്ചക്കറികൾ റെഡിയാക്കണം, അല്ലേ? ഇന്നിപ്പോൾ എവറിത്തിങ് ഈസ് ടു ബി ബ്രോട്ട് ഫ്രം തമിഴ്നാട് ഓർ ആന്ധ്ര. നമുക്കെല്ലാം ഇന്ന് തമിഴ്നാടോ ആന്ധ്രയിൽ നിന്നോ കൊണ്ടുവരേണ്ടതാണ് ഓണം ചമയം. റെഡിമെയ്ഡ് ഇപ്പം ചൈനയിൽ നിന്ന് പൂക്കളം വരെ റെഡിമെയ്ഡ് ലഭിക്കും. എന്തൊരു കഷ്ടമാണ്, അല്ലേ? പക്ഷേ പണ്ട് നമ്മുടെ കർഷകരെല്ലാം നമ്മുടെ നാട്ടിൽ ഇത് ശ്രദ്ധിച്ചു പോന്നിരുന്നു. നമ്മുടെ കർഷകരൊക്കെ കൃഷി ഇറക്കുകയും എന്തിനധികം നമ്മുടെ ഓണക്കാലത്ത് മുറ്റത്തിനുള്ള പൂക്കൾ വരെ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കി നടുമായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഡിപ്പെൻഡൻസി ഓൺ അതർ സ്റ്റേറ്റ്, മറ്റ് സ്റ്റേറ്റുകളെ ആശ്രയിക്കാതെ നമ്മുടെ സ്റ്റേറ്റിൽ എങ്ങനെ ഓണം പവിത്രമാക്കാം,
അത് അത് ചിന്തിക്കേണ്ട ദിവസം കൂടിയാണ് നമ്മൾ ഓണം. ഇന്നെല്ലാം നമ്മൾ റെഡിമെയ്ഡാണ്. എല്ലാം നമ്മൾ ഓണത്തിന് മറ്റ് സ്റ്റേറ്റുകൾ കടാക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് ഓണം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഓണത്തെ പൊന്നോണമാക്കി മാറ്റുന്നതിന് വരവേൽക്കാൻ അനുഷ്ഠിക്കേണ്ടതായ ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഉൾക്കൊള്ളേണ്ടവർക്ക് ഉൾക്കൊള്ളാം. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഒരു ശ്രേണിയായി നമ്മൾ ഇതൊക്കെ ചിന്തിക്കുമ്പോഴാണ് ഇതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഏതായാലും ആദ്യമായിട്ട് ചിന്തിക്കേണ്ട ഇതാണ്, ഓണം ഒരു കാർഷിക സമൃദ്ധിയുടെ ദിവസമായതുകൊണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾ കേവലം ചിങ്ങമാസത്തിന്റെ മുൻ മാസങ്ങളിൽ തന്നെ ചിന്തിക്കേണ്ടതാകുന്നു. ഓണം അടുത്തു വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ പരിസര ശുദ്ധീകരണ പ്രവർത്തനങ്ങളാണ്. വീടും പരിസരവും പരമാവധി എത്ര ശുദ്ധീകരിച്ച് നിർത്താൻ പറ്റുമോ, വീടിന്റെ മുന്നിൽ കാട് പിടിച്ച് കിടക്കുന്നതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കുക. ഇപ്പൊ ഈയിടെ അടുത്തൊരു ഒരു ഉൾനാടൻ ഗ്രാമത്തിലൂടെ ഞാൻ പോകുമ്പോൾ പോലും ഓണത്തിന് വേണ്ടി വെയിലിൽ പടർന്നു നിൽക്കുന്ന കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കുന്ന ഒരു രംഗം ഞാൻ കണ്ടു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ഓണം ആഘോഷിക്കാറ് എങ്ങനെയാണ്? അത്തം തൊട്ട് 10 ദിവസവും ആണ് അല്ലെ? അപ്പൊ ഈ അത്തം തൊട്ട് 10 ദിവസം ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടതായ കാര്യങ്ങൾ വീടും പരിസരവും ശുദ്ധിയാക്കി നിർത്തുക. ഞാൻ ചുരുക്കിയാണ് പറഞ്ഞു പോകുന്നത്. അതിന് നമ്മളൊക്കെ ജാഗരൂകരായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ അത്തം തൊട്ട് 10 ദിവസം നമ്മൾ എന്തൊക്കെ അനുഷ്ഠാനങ്ങളാണ് അനുവർത്തിക്കേണ്ടതെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ 10 ദിവസവും നമ്മുടെ വീടുകളിൽ നിലവിളക്ക് കത്തിക്കുക. അതൊരു വലിയ ചടങ്ങാണ്. 2 നേരവും പറ്റുമെങ്കിൽ നിലവിളക്ക് കൊളുത്തി ഐശ്വര്യ ദേവതയെ, ലക്ഷ്മി ദേവിയെ വീട്ടിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ചെയ്യേണ്ട കാര്യം എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പം അത് നിങ്ങളെല്ലാവരും വളരെ രാവിലെ ചെയ്യേണ്ടതും അതേമാതിരി സന്ധ്യാസമയത്ത് ത്രിസന്ധ്യകളിൽ ചെയ്യേണ്ടത് അനുഷ്ഠാനങ്ങളാണ്. 10 ദിവസം ഇത് വീട്ടിൽ വിളക്ക് വെക്കാതെ എല്ലാവരും മറ്റ് സ്ഥലങ്ങളിലേക്ക് ഓടിപ്പാഞ്ഞു പോകും അല്ലെ? അതാണ്. പിന്നെ വരുന്നത് ഓണം നിറയ്ക്കൽ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഈ 10 ദിവസം 10ാമത്തെ തിരുവോണ നാളിലേക്ക് വേണ്ടുന്ന കോപ്പുകളും ഒക്കെ നമ്മൾ കൂട്ടുന്ന ഒരു പ്രവർത്തനമാണ് ഈ ഓണം നിറയ്ക്കൽ എന്ന് പറയുന്നത്. ഓണം നിറയ്ക്കൽ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നമ്മൾ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ സ്വരൂപിച്ച് വെക്കുക. അവിടെ അടുക്കളയിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ സ്വരൂപിക്കുക. അതുപോലെ വീടും ചുറ്റുപാടും അണിഞ്ഞൊരുക്കി നിർത്തണമെങ്കിൽ പലവിധ വർണ്ണങ്ങൾ അല്ലെങ്കിൽ പല ആഘോഷാദികളുടെ മുന്നോടിയായി നമ്മൾ അലങ്കാര വസ്തുക്കൾ ഇതൊക്കെ നമ്മൾ സ്വരൂപിക്കുക. പിന്നെ നമ്മുടെ ഇല്ലം നിറയ്ക്കുക. നമ്മുടെ അടുക്കളയിൽ ഒരിക്കലും അരിപ്പാത്രം 10 ദിവസവും നിറയാതിരിക്കരുത്, നിറഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പം അതിനു വേണ്ടിയാണ് ഓണം നിറയ്ക്കൽ എന്ന് പറഞ്ഞാൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെ എന്ന് ഒരു ചൊല്ലും നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ ഓണക്കാലത്ത് നമ്മുടെ വീട്ടിലേക്ക് ആദ്യമായി കൊണ്ടുവരേണ്ടത് ഉപ്പാണ്. ഉപ്പ് അത് അതിലെ ദേവതാ സാന്നിധ്യമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ ചില വസ്തുക്കളൊക്കെ ദേവസാന്നിധ്യങ്ങളുള്ളതുണ്ട്. ഇപ്പം മഞ്ഞൾ, ഉപ്പ്, അരി അല്ലേ, ഇതൊക്കെ നമ്മൾ സമൃദ്ധിയായി അടുക്കളയിൽ നിറയ്ക്കാൻ നോക്കണം, കഠിനാധ്വാനം ചെയ്തുകൊണ്ട്. അപ്പം ഇങ്ങനെ ലാസ്റ്റ് കൊണ്ടുവരേണ്ടത് കർപ്പൂരവുമാണ് എന്ന് പണ്ടുള്ള ആൾക്കാർ വരും. അപ്പം ഇതാണ് നമ്മൾ ഏറ്റവും ചെയ്യേണ്ടതായ ഒരു കാര്യമെന്ന്. ഓണത്തിന് വേണ്ടി നമ്മുടെ നിലവറകളൊക്കെ അടിച്ചു തെളിച്ച് വൃത്തിയാക്കി ഭക്ഷണങ്ങൾ ഇട്ടുവെക്കുന്ന പാത്രങ്ങളൊക്കെ നിറഞ്ഞു കുമിഞ്ഞു കൂടിക്കണം. പിന്നെ ഓണത്തോടടുപ്പിച്ച് ഉത്രാടത്തിൻ്റെ തലേദിവസം വിളവെടുപ്പ് ദിവസമാണ് പണ്ടൊക്കെ അല്ലെ? മത്തനും കുമ്പിളും ഇതൊക്കെ പറിച്ച് നമ്മൾ സ്വരൂപിക്കുക എന്നുള്ളത്, അത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഊഷ്മളത ലഭിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഞാൻ പറഞ്ഞു അന്നപൂർണേശ്വരിയെ വീട്ടിൽ കുടിയിരുത്തുക. അതെങ്ങനെയാണ്? ഞാൻ പറഞ്ഞു ധനധാന്യങ്ങളൊക്കെ നിറച്ച് വെക്കുക. അങ്ങനെയാണ് അന്നപൂർണേശ്വരി നമ്മളത് വീട്ടിലേക്ക് അഥവാ ലക്ഷ്മിയുടെ കടാക്ഷം നമുക്ക് ലഭിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എടുത്തു പറയുകയാണ്. അതേപോലെ അത്തച്ചമയങ്ങളൊക്കെ ഒരുക്കുക. അത്തം തൊട്ട് 10 ദിവസമാണല്ലോ നമ്മൾ ഓണം ഒരുക്കുന്നത്. അപ്പോൾ ഈ 10 ദിവസവും പൂക്കളം കൊണ്ട് തിരുമുറ്റം നിറയ്ക്കുക. ഓരോ ദിവസവും പൂക്കളുടെ അലങ്കാരം കൂട്ടിക്കൂട്ടി കൊണ്ടുപോകാം. 10ാം ദിവസം അതിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എത്തുന്നു.
അന്ന് ഉത്രാടം നാളിലും തിരുവോണ നാളുകളിലും തൃക്കാക്കര അപ്പൻ്റെ ഒരു പ്രതിമ മണ്ണ് കൊണ്ടുണ്ടാക്കി മാദേവര എന്ന പേരിൽ നമ്മൾ മണ്ണ് പിന്നെ അരിമാവ് കൊണ്ട് അണിഞ്ഞ് വെച്ച് അതിന് ചുറ്റും വേണം പൂക്കളം ഒരുക്കാൻ എന്നാണ് ശാസ്ത്രങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത് പറ്റുമെങ്കിൽ അത് നമ്മൾ ചെയ്യണം. പിന്നെ അന്നപൂർണേശ്വരിയുടെ ഉറക്കറ എന്ന് പറയുന്ന ഒന്നുണ്ടല്ലോ. ഏതാണ് പൂർണേശ്വരി ഉറങ്ങുന്ന അറ? ഏതാണ് അന്നപൂർണേശ്വരി ഉറങ്ങുന്ന അറ? നമ്മുടെ വീട്ടിലേതാ? അടുക്കള. അപ്പം ഈ അടുക്കള പരമാവധി ശുദ്ധിയാക്കി വെക്കാൻ ശ്രമിക്കണം. പിന്നെ അവിടെ അന്നന്ന് കഴിച്ച ഭക്ഷണങ്ങളൊക്കെ ഇവിടെ പാത്രങ്ങൾ കഴുകി അന്ന് തന്നെ വൃത്തിയാക്കുക. പിന്നെ ഈ 10 ദിവസവും നമ്മൾ അന്നന്ന് പാചകം ചെയ്ത ഭക്ഷണമേ കഴിക്കാവൂ. കഴിയുമെങ്കിൽ ഒരാഴ്ച മുമ്പേ ഫ്രിഡ്ജിൽ കയറ്റി വെച്ച ഭക്ഷണങ്ങളൊന്നും കഴിക്കാതിരിക്കുക. കാരണം അത് സാത്വികമായ ആഹാരമാണ് ഓണനാളിൽ നമ്മൾ കഴിക്കേണ്ടത്. അപ്പം അതുകൊണ്ട് അന്നപൂർണേശ്വരിയുടെ ഉറക്കം നടക്കുന്ന സ്ഥലമാണ് അടുക്കള. അത് പരമാവധി എങ്ങനെയൊക്കെ നിങ്ങൾക്ക് വൃത്തിയാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ വൃത്തിയാക്കുക. അലങ്കോലപ്പെടുത്താതിരിക്കുക. അവിടെ ഇവിടെ പറയുമ്പോൾ വലിയ വലിയ ലക്ഷങ്ങൾ മുടക്കി അടുക്കള എന്നൊന്നും നമ്മൾ അർത്ഥമാക്കുന്നില്ല. ഏത് പാചകം ചെയ്യുന്ന സ്ഥലമാണോ അത് പരിപൂർണ വൃത്തിയിൽ ഇങ്ങനെ അടുക്കള പരിപാലിക്കണം എന്നുള്ള ഒരു വീഡിയോ ചെയ്യാനുള്ള വിഷയമുണ്ട്. നമ്മളിപ്പോൾ പറയുന്നില്ല. അപ്പോൾ എന്തായാലും ഈ 10 ദിവസമെങ്കിലും നിങ്ങൾ അന്നപൂർണേശ്വരിക്ക് ഉറങ്ങാൻ ഉള്ള സൗകര്യങ്ങൾ ഇട്ടുകൊടുക്കണം. അടുക്കള അങ്ങനെ കിട്ടി കഴിഞ്ഞാൽ അന്നപൂർണേശ്വരിക്ക് ഉറക്കം ശരിയാവില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് പറയപ്പെടുന്നത്. അപ്പം ഇത് ഏറ്റവും നല്ല വൃത്തിയാക്കുക. പിന്നെ ശുദ്ധമായ ഭക്ഷണങ്ങൾ മാത്രം കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ അടുത്ത് ചെയ്യേണ്ടത് തിരുവോണ നാളുകളിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഈ 10 ദിവസവും നമ്മൾ നമ്മുടെ വീടുകൾ ഒരു ഐശ്വര്യത്തിൻ്റെ അല്ലെങ്കിൽ ശ്രേഷ്ഠതയുടെ ഒരു വാസസ്ഥലമാക്കി നമ്മൾ മാറ്റുന്നു. അല്ലേ? എന്തൊരു വിശാലമായ ചിന്തകളാണ് ഇതിൻ്റെ പുറകിലുള്ളതെന്ന് ആലോചിച്ച് നോക്കും. ഇത് നമ്മളിപ്പോൾ ഓണം എന്ന് കേട്ട് കഴിഞ്ഞാൽ തടപടയച്ചിട്ട് കുറച്ച് പൈസ അവിടുന്ന് ഇവിടുന്നൊക്കെ സ്വരൂപിച്ച് വെച്ച് കുറേ തുണിക്കടയിലും കുറേ എന്താ പറയുക വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ ചിലവഴിക്കുന്ന അടിച്ചു പൊളിക്കുന്ന കാര്യങ്ങളിൽ മാത്രമാണ് ഇന്ന് ശ്രദ്ധ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇനി തിരുവോണ നാൾ വന്നെത്തി അല്ലേ? ഉത്രാട ദിവസം ഉത്രാട പാച്ചിലൊക്കെ കഴിഞ്ഞ് പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തിരുവോണ നാളിലെങ്കിലും കുടുംബമായി നിലനിർത്താൻ ശ്രദ്ധിക്കണം. അല്ലേ? കൂടുമ്പോൾ ഇമ്പമായി മാറുന്ന സ്ഥലമാണല്ലോ കുടുംബം. ആ ദിവസമെങ്കിലും ഒരു കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളും ഒത്തുചേരാൻ ശ്രമിക്കണം. വേറെവർ യു ആർ, നിങ്ങൾ എവിടെയായാലും ആ ദിവസം അവിടെ വന്നെത്താൻ ശ്രമിക്കുക. അതിനൊരു എക്സ്ക്യൂസ് ഒന്നുണ്ട് അല്ലേ? എന്താ ബിസി എന്ന്. പക്ഷേ മരണമാസന്നമാകുമ്പോൾ നിങ്ങൾ ബിസി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടല്ലോ? പറ്റുമോ? ഇല്ല. ഡെത്ത് മേ കം അറ്റ് എനി ടൈം. മരണം ഏത് ദിവസവും വരാം. മരണം വരുന്നതറിയാതെ അർത്ഥശൂന്യമായ വ്യവഹാരങ്ങൾ മുഴുകിയിട്ട് എന്താണ് കാര്യം? അല്ലേ? അതുകൊണ്ട് ഈ നിമിഷം മുതൽ ചിന്തിക്കാത്തവർ ചിന്തിക്കുക. അപ്പോൾ തിരുവോണ ദിവസം നാം ചെയ്യേണ്ട ചില കാര്യം, രാവിലെ എണീറ്റ് പരിചയമില്ലാത്തവരാണെങ്കിൽ പോലും അതിരാവിലെയൊക്കെ ഒന്ന് എണീറ്റ് കുളിച്ച് ദിനചര്യങ്ങളൊക്കെ നടത്തി ശരീരവും മനസ്സും ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതായത് എങ്ങനെയാണ് ശരീരത്തെ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞു തരേണ്ട കിട്ടാവുന്ന കോസ്മെറ്റിക് ഐറ്റങ്ങളൊക്കെ നമുക്ക് ഇന്ന് ലഭ്യമാണ്. അതൊക്കെ തേച്ച് വരച്ച് കുളിച്ച് ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. പിന്നെ മനസ്സിലടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് എന്താണ്? നമ്മൾ മന്ത്രജപാദികളൊക്കെ നടത്തുക. അവിടെ പറ്റുമെങ്കിൽ ഈ തിരുവോണ നാളിൽ ഒരു 108 പ്രാവശ്യമെങ്കിലും ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ഉരുവിടുക. അങ്ങനെ വീടിൽ പൂജാമുറികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വിളക്കൊക്കെ തെളിയിക്കുക. ആദ്യം നമ്മുടെ വീട് ഒരു ക്ഷേത്രമാക്കി മാറ്റാൻ ശ്രമിക്കുക എന്നതാണ് തിരുവോണ നാളിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇത് അതിരാവിലെ എണീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നെ അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒരു ക്ഷേത്ര ദർശനം പറ്റുമെങ്കിൽ നടത്തുന്നത് അഭികാമ്യമാണ്. ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഏത് ക്ഷേത്രത്തിലാണ് തിരുവോണ നാളിൽ നമ്മൾ പോകേണ്ടത് എന്ന് ചിന്തിക്കുമ്പോൾ ഒരു സംശയവുമില്ല,
മഹാവിഷ്ണു അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ പ്രധാന പ്രതിഷ്ഠിച്ചിട്ടുള്ള മഹാക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ, ഇപ്പോൾ ഗുരുവായൂരൊക്കെ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും പോകാൻ പറ്റുന്നവരാണെങ്കിൽ ആ മഹാക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് ഇനി മഹാക്ഷേത്രങ്ങൾ ലഭ്യമല്ല എങ്കിൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രം ഏതോ അവിടെ പോയി ദർശനം നടത്തുക. പോകുന്ന സമയത്ത് മന്ത്രജപാദികൾ മാത്രം ചെയ്യുക. വേണ്ടാത്ത വികാര വിചാരങ്ങളാകുന്ന കാര്യങ്ങളൊക്കെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. അസൂയ, കുശുമ്പ്, വിദ്വേഷം, ദേഷ്യം ഇത്യാദികളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് സൽചിന്തകളോടെ മാത്രം ക്ഷേത്ര ദർശനം നടത്തുക. അങ്ങനെ ക്ഷേത്രത്തിൽ ചെന്ന് ദർശനം നടത്തി നമ്മൾ ഈ ഓണത്തിന് നമ്മൾ ഓണക്കോടിയൊക്കെ വാങ്ങുമല്ലോ അല്ലേ? പക്ഷേ നമ്മൾ ഭഗവാന് വേണ്ടി വല്ല ഓണക്കോടിയും വാങ്ങിയിട്ടുണ്ടോ ചിന്തിക്കുക. അപ്പോൾ കാലക്കൂട്ടി തന്നെ ഭഗവാൻ സമർപ്പിക്കുന്നതിന് വേണ്ടി ഒരു മഞ്ഞപ്പട്ട് വസ്ത്രം വാങ്ങി വെക്കുക. അത് മതി. മറ്റു വഴിപാടുകൾ, പാൽപ്പായസം മുതലായ വഴിപാടുകളൊക്കെ ഭഗവാന് വേണ്ടി കഴിക്കുക. പറ്റുമെങ്കിൽ ഭഗവാന്റെ നാളിൽ നമ്മുടെ നാളിൽ പുഷ്പാഞ്ജലിയൊക്കെ നടത്താറുണ്ട് അല്ലേ? പക്ഷെ ഭഗവാന്റെ നാളിൽ, തിരുവോണ നാളിൽ ഒരു പുഷ്പാഞ്ജലി ഭഗവാന് വേണ്ടി കൊണ്ടൊക്കെ സമർപ്പിക്കുക, നേരുക എന്നുള്ളതാണ്. പിന്നെ ഇത് നമ്മൾ അങ്ങനെ ക്ഷേത്ര ദർശനം എല്ലാം കഴിഞ്ഞു. വീണ്ടും വീട്ടിൽ വന്നതിന് ശേഷം എല്ലാവരും, ഞാൻ എടുത്തു പറയുന്നു, എല്ലാവരും ഒത്തുചേർന്ന് ഓണസദ്യ എടുക്കുക. എല്ലാവരും, കുട്ടികളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ, മറ്റ് ഭാര്യ ഭർത്താക്കന്മാർ, കേവലം ഭാര്യമാർ മാത്രമല്ല ഭർത്താക്കന്മാർക്കും ഓണസദ്യ എടുക്കുന്നതിൽ എങ്ങനെയെന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ നമുക്ക് പങ്കുചേർന്ന് ഓണത്തിന് പാലാടപ്രഥമനോ മറ്റു പായസമോ മധുരപലഹാരങ്ങളോ ഒക്കെ ഉണ്ടാക്കുക. പരമാവധി സത്സംഗങ്ങളൊക്കെ ഉണ്ടാക്കുക. എല്ലാവരും ഒന്ന് ചേർന്ന് പിന്നെ ഓണസദ്യ കഴിക്കുക അല്ലേ? അപ്പോൾ ഈ ഓണസദ്യ കഴിക്കുമ്പോഴും ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും ഒരുമിച്ചിരുന്ന് വേണം ഓണസദ്യ കഴിക്കാനും. അങ്ങനെ വയറൊക്കെ എമ്പൊക്കെ കൊമിട്ട് ഉച്ച കഴിഞ്ഞാൽ ഔട്ടിങ്ങിനുള്ള സമയമാണ്. പറ്റുമെങ്കിൽ കുടുംബാംഗങ്ങളൊക്കെ ചേർന്ന് ഒരു കുടുംബക്കാരുടെയോ റിലേറ്റീവ്സിൻ്റെയോ വന്ദ്യന്മാരുടെ ഗുരുജനങ്ങളുടെയൊക്കെ വീടുകൾ സന്ദർശിച്ച് അവരുടെ അനുഗ്രഹവും കടാക്ഷവും സ്വീകരിക്കുക. അവർക്ക് ഓണക്കോടികൾ അങ്ങോട്ട് പ്രദാനം ചെയ്യുക. അവരുടെ തൃപാദങ്ങൾ വന്ദിച്ച് നമസ്കരിക്കുക. ഇതൊക്കെ ഇന്ന് പറഞ്ഞാൽ ആരും അനുഷ്ഠിക്കാൻ പോകുന്നൊന്നുമല്ല. പിന്നെ അത് അനുഷ്ഠിക്കാൻ പറ്റുമെങ്കിൽ എന്നാണ് പറയുന്നത്, അതെല്ലാം ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, ഓണ ദിവസം നമ്മുടെ വീട്ടിൽ ആര് വന്നു കഴിഞ്ഞാലും അവരെ വെറും കൈയോടെ തിരിച്ചയക്കരുത്. ഒരിക്കലും തിരിച്ചയക്കരുത്. എന്തെങ്കിലും ഒരു ഉപഹാരം അവർക്ക് കൊടുക്കാനായിക്കൊണ്ട് നമ്മുടെ വീടുകളിൽ പറ്റുമെങ്കിൽ, സാമ്പത്തിക നില അനുവദിക്കുമെങ്കിൽ, കാലേക്കുട്ടി വല്ല ഫ്രൂട്ട്സുകളോ ഫലങ്ങളോ പഴങ്ങളോ മറ്റ് സിമ്പിൾ ഗിഫ്റ്റുകളോ, കുട്ടികളൊക്കെ വരികയാണെങ്കിൽ കുട്ടികളുടെ മനസ്സ് സന്തോഷിക്കുന്ന രീതിയിലുള്ള ചെറിയ സമ്മാനങ്ങളൊക്കെ ആദ്യം, അത് അവരവരുടെ കുട്ടികൾ എന്ന് മാത്രം ചിന്തിക്കരുത്. പിന്നെ ഏതൊരു വ്യക്തിയും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അതെല്ലാം നമ്മൾ അങ്ങനെ ആ ശ്രദ്ധയോടെ വേണം നമ്മൾ അവർക്ക് കൊടുക്കാൻ. മനസ്സറിഞ്ഞ് അവർക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉപഹാരങ്ങൾ നൽകുക. പിന്നെ അവരെ ഒരിക്കലും നമ്മൾ വെറും കൈയോടെ വിടരുത്. ഇങ്ങനെയൊക്കെ ഈ കാര്യങ്ങൾ ആണ് നമ്മുടെ ഓണത്തിനെ കുറിച്ച് ഒരു എന്താ പറയുക, പിന്നെ ഒരു ഭൗതികമായി ചിന്തിക്കുമ്പോൾ. ആത്മീയ വശത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓണം ദിവസം അനുഷ്ഠിക്കേണ്ട ഇത്തരം കാര്യം. ഇനി ഓണ ദിവസം അരുതാത്തത് എന്ത്? നമ്മൾ കഴിയുന്നതും ഓണ ദിവസം ടു ബി ഡൺ ചെയ്യപ്പെടേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലേ? ഇനി ഓണ ദിവസം ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ പറയുന്നു, ചില നിഷേധനങ്ങൾ പറയുന്നു. പക്ഷേ അത് സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം. അതിക്കാലത്ത് എത്ര കണ്ട് പ്രസക്തിയുണ്ട് എന്നുള്ളതിൽ അർത്ഥമൊന്നുമില്ല. ഏതായാലും ഈ ഓണക്കാലത്ത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് ആരും വിട്ടുപോകരുത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, കഴിയുന്നത്ര ഈ സാത്വിക ആഹാരം മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക. മാംസാഹാരങ്ങൾ വർജിക്കണം എന്ന് പറയും. പക്ഷേ അത് ഇക്കാലത്ത് പറഞ്ഞാൽ ആരും അത് അംഗീകരിക്കും എന്ന് തോന്നുന്നില്ല. ചിലപ്പോൾ ഓണസദ്യ തന്നെ മാംസം ആഹാരം കൊണ്ട് അനുഷ്ഠിക്കുന്നവരുണ്ട്. തെറ്റെന്ന് പറയുന്നില്ല. ഏതായാലും കഴിയുമെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ വേണ്ടാത്ത വികാരങ്ങളെ മനസ്സിൽ തിരികെ കയറ്റാതിരിക്കുക. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പിന്നെ ഈ കാലത്ത്
ഏറ്റവും എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് മദ്യപാനമാണ്, അല്ലേ? മദ്യപാനം ഇന്നിപ്പോ ഓണാഘോഷം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം കയറി വരിക ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയ മദ്യ ബ്രാൻഡ് ഏതാണെന്നൊക്കെ ആയിരിക്കും ചിലരുടെ മനസ്സിൽ വരിക. അപ്പോൾ അത് മദ്യപാനം ആസുരീയ ഗുണമാണ് പ്രദാനം ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് മദ്യപാനം കഴിയുമെങ്കിൽ ഈ പവിത്രമായ ഞാൻ പറഞ്ഞല്ലോ, ഓണത്തെ തിരുവോണമാക്കുക എന്നുള്ളതാണ്, പവിത്രീകരിക്കുകയാണ്. അപ്പോൾ കുടുംബ വഴക്കുകൾ നടത്താതിരിക്കുക, അടിപിടി ഇത്യാദി കാര്യങ്ങളെല്ലാം കഴിയുന്നതും ഒഴിവാക്കുക. പിന്നെ പറ്റുമെങ്കിൽ മൊബൈൽ ഫോൺ ഉപയോഗം പരമാവധി ലിമിറ്റ് ചെയ്യുക, പരിമിതപ്പെടുത്തുക. ഉപയോഗിക്കേണ്ട നല്ല അർജന്റ് കാളുകൾ മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്യുള്ളൂ, അല്ലാണ്ട് വെറുതെ ഈ ഫോണിലൂടെ. ഇന്നിപ്പോൾ നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ രാജ്യങ്ങളിലൊക്കെ, മറ്റു രാജ്യങ്ങളിലൊക്കെ കുറവാണ്, നമ്മൾ ഏറ്റവും കാണുന്നത് ഈ ആവണിപ്പലക അല്ലെങ്കിൽ ഈ ഫോൺ ഇങ്ങനെ ചെവിയിൽ വെച്ച് ബസ് സ്റ്റാൻഡിൽ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ട എന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ 24 മണിക്കൂറും അതിലെ ഓരോരോ വിഭവങ്ങൾ തേടി തിരഞ്ഞു നടക്കുന്ന ഒരു കാലഘട്ടമായി മാറി ഇന്ന്. ഓണം എന്നുള്ളത് എന്താ പറയുക, മൊബൈൽ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയ എൻജോയ്മെൻ്റായി മാറിയ കാലഘട്ടമാണ്. എങ്കിലും പറയുന്നു, പരിമിതപ്പെടുത്തുക പരമാവധി. അതാണ് ഏറ്റവും ചെയ്യുന്നത്. പിന്നെ നമ്മൾ സത്സംഗങ്ങൾ ചേരുക, നല്ല നല്ല സംഘങ്ങളെ തിരഞ്ഞെടുത്ത് ദുസ്സംഘങ്ങൾ ഒഴിവാക്കുക, നല്ല സംഘങ്ങളെ ചേർത്ത് ഒന്നിച്ച് കുടുംബ ഭദ്രതയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇങ്ങനെ നമ്മൾ ഈ ചിങ്ങമാസം തൊട്ട് ഒരു വർഷക്കാലം, അടുത്ത ചിങ്ങമാസം വരെ ഈ കാര്യങ്ങളൊക്കെ പരിപാലിക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവിടെ ആ വീട്ടിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. അപ്പോൾ നിങ്ങളുടെ വീട് പവിത്രീകരിക്കുക എന്നാണ് തിരുവോണം എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അതിനെ ലക്ഷ്മി ദേവിയെ നമ്മുടെ വീട്ടിലേക്ക് ആവാഹിച്ചിരുത്തുക, നമ്മുടെ മനസ്സിലിരുത്തുക, കുടുംബാംഗങ്ങളെ ഒത്തുചേർത്ത് നിർത്തുക. അങ്ങനെയെങ്കിൽ നമ്മുടെ വീട്ടിൽ വേറെ ഒന്നിൻ്റെയും ആവശ്യമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഇതായിരിക്കട്ടെ തിരുവോണ നാളുകളിലെ നമ്മുടെ സൽചിന്തകൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും വരുന്നതാണ്. പക്ഷേ പരമാവധി ഇത്തരം ചിന്തകൾ നിങ്ങൾ കേൾക്കുകയും മറ്റുള്ളവരെ കേൾപ്പിക്കപ്പെടുകയും ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ PVN ഗ്ലോബൽ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക എന്ന് പറഞ്ഞ് മാത്രം നിർത്തുന്നു.